தெரியுமாடா? ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ബാംഗ്ലൂർ. ഇപ്പൊ സമയം 4:20. ഇപ്പൊ ആയപ്പോ നമ്മൾ നല്ല തണുപ്പ് കാറ്റ്. ശരിയാ. ഇപ്പൊ നമ്മള് ബാംഗ്ലൂർ എത്തി. നല്ല കാറ്റിന് മുടി പറക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. അറൗണ്ട് നമ്മൾ വൈകുന്നേരം 5:25 കയറിയതാട്ടോ. ഇപ്പൊ രാവിലെ 4 മണി ആയിട്ടുണ്ട്. നമ്മളിവിടെ എത്തി. ഇനി എന്താ ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെയാണ് പോകേണ്ടത്. എന്തെങ്കിലും കാണിച്ചൊക്കെ പോവാം, അറിഞ്ഞൂടാ, ഇങ്ങനെ ചോദിച്ചു പോവാം. ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാം അവിടെ എന്തൊക്കെ നടക്കുന്നേന്ന് കേട്ടോ ഗൈസ്. അത് ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ബാക്കിയുള്ള വിശേഷങ്ങളും കാണിച്ചു തരാം. സോ ലെറ്റ്സ് സീ. പിന്നെ ഒരു കാര്യം കൂടെ, എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് അവൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നോക്കൂ. ഈ ബാഗ് ഞാൻ ക്ലിപ്പ് ഈ ബാഗ് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ്. 999 റുപ്പീസായി. 999 പൈസ ഒന്നും നോക്കിയില്ല, അങ്ങ് വാങ്ങിച്ച്. നോക്കൂ, ഇതായിരുന്നു ആ ബാഗ് വാങ്ങിയിട്ടുണ്ടായി. ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടോ? സ്റ്റെപ്പ് അല്ലല്ലോ, ഇതിനെന്താ പറയുന്നത്? ഇറക്കുമോ? ഓക്കെ, ഇനി ഇറക്കത്തിലൂടെ നമുക്ക് പോവാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഭയങ്കര തണുപ്പാണ്, നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഞാൻ കൊണ്ടുവന്ന ജാക്കറ്റ് പോലെ എടുത്തിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് ഒരു പുതപ്പ് പോയിട്ട് ബ്രഷ് ചെയ്യണ പല്ലൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ വാചകടിക്കുന്നു അവള്. എങ്ങോട്ട് പോണ്ടേ? എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോണ്ടേന്ന്. ഇവളെ വിളിച്ച് ഞാൻ വന്നു. ബാംഗ്ലൂര് നട്ടപ്പാതിരിക്കും. ഭയങ്കര തിരക്കാണ് കേസ്. ഞാൻ കാണിച്ചു. തിരക്ക് മാറിയിട്ട് നമുക്ക് ആലോചിക്കാം. അതെ, എന്ത് എളുപ്പമാണ് നോക്കോ. എന്റെ മുടി എന്താ ഇങ്ങനെ? ഒരു ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ AC ലോഞ്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒരു ട്രെയിൻ. ആ ട്രെയിൻ അങ്ങോട്ട് പോകുന്നയാ, അത് ഇങ്ങോട്ട് വരുന്നത്. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ സൈക്കിളോട്ടി പോകാവോ? ഇവിടെ പ്ലാറ്റ്ഫോമിൽ കൂടെ സൈക്കിളോട്ടി പോകാമോ? ഇതെന്താണ്? എടി, ഞാൻ ഉദ്ദേശിച്ച 299 രൂപ, പിന്നെ പ്ലാറ്റ്ഫോം ഫീ. നല്ല തണുപ്പുണ്ട് ഗൈസ്, ഇല്ലേ മോനു? ഇന്ന് നമ്മൾ കറക്റ്റ് വന്ന സമയത്ത് തന്നെ കണ്ണൻ്റെ നെറ്റ് തീർന്നു ഗൈസ്. നെറ്റ് ചെയ്യുക. ഇതിവിടെ നടക്കുന്നില്ല. അതവിടെ നടക്കണില്ല ചെയ്തിട്ട്. ഭയങ്കര ശാന്തതയാണ്. ആ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര സൗണ്ടും ബഹളൊക്കെയായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇച്ചിരി കാറ്റ് പറഞ്ഞു, പക്ഷേ സ്റ്റിൽ തണുപ്പുണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ കാറ്റ് വീശുന്നുണ്ട്. ഇനി നമുക്ക് AC ലോഞ്ച് കണ്ടുപിടിക്കണം. പോയിട്ട് ഫ്രഷ് ആവണം. അതിനുശേഷം നമുക്കൊരു ഊബർ വിളിച്ചിട്ട് നേരെ ഗാന്ധിനഗർ പോകണം. അവിടെ നല്ല തിരക്കായിരിക്കും, അറിയത്തില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. വേഗം കഴിഞ്ഞാൽ വേഗം ഞങ്ങൾക്കെല്ലാം പണി ചെയ്ത് തീർത്തിട്ട് ഇറങ്ങാം.
7 മണിക്കാണ് തിരിച്ചുള്ള റിട്ടേൺ ട്രെയിൻ എടുത്തിരിക്കുന്ന ടിക്കറ്റ്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാളെ, അത് കിട്ടിയില്ലെങ്കിൽ നാളെ വരും. എനിവേസ് നമുക്ക് നോക്കാം. വീഡിയോ കേട്ടോ, എനിക്ക് തെരിയുമാടാ ആക്ച്വലി വി ഡോണ്ട് നോ വെയർ ഇസ് ദ AC ലോഞ്ച്. നമ്മൾ സ്റ്റിൽ ഫൈൻഡ് ഔട്ട് ആണ്. Within yellow lines. Keep feet away from sight. Attention while moving escalators. Hold the handrail. Escalators. Hold the handrail. Keep feet within yellow lines. സാധനം കണ്ടുപിടിച്ച് നമ്മുടെ കലൂർ സ്റ്റേഡിയം. കലൂർ സ്റ്റേഡിയം അതായത് നമ്മൾ മെട്രോ കയറിയിട്ട് ലുലു പോകത്തില്ലേ, അപ്പം എന്തായാലും ഇതിന് പറയുന്നത് ലുലുവിൽ നമ്മൾ മെട്രോയിൽ ഡയറക്റ്റ് ആയിട്ട് ലുലു കയറാമല്ലോ. അതുപോലെ ഇത് നോക്കൂ, കണ്ടുപിടിക്കണം AC ഗൈസ്. അങ്ങനെ AC ലോഞ്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയൊരു 1.5 hour കൂടെ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ ഇടന്ന് ഉറങ്ങാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എണീച്ചിരിക്കുന്നുണ്ടായിരുന്നു, കാരണം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ ചത്ത പോലെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ എണീച്ച് ഫ്രഷ് എല്ലാം ആയിട്ട് ഇപ്പോൾ റെഡിയായി ഇവിടെ ഇരിക്കുവാണ്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഈ ഒരു ഗ്രീൻ കളർ ക്ലിപ്പ് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി അവിടെ തന്നെ വെച്ചേക്കുക. ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടെ, പ്ലീസ് ഇഗ്നോർ മൈ ഈ മാല. എന്തുകൊണ്ടെന്നാൽ ഇതെനിക്ക് എൻ്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാലയാണ്. അപ്പോൾ ഞാനിത് എനിക്ക് തന്ന ഒരു സമയം തൊട്ട് ഞാൻ കഴുത്തിൽ നിന്ന് ഇതുവരെ ഊരിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ എന്തിനാണ് ഈ ഒരു മാല ഇട്ടിരിക്കുന്നത്. അത് ഗിഫ്റ്റ് കിട്ടിയതാ, ഇതുകൊണ്ട് തന്നെ ഞാൻ ഊരാത്ത കേട്ടോ. അങ്ങനെ എൻ്റെ റെഡി ആവലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ റെഡി ആവലിനെ കുറച്ച് സമയം കൂടെ എടുത്തു. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ ടൈം ഇവനാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ഇവനും റെഡിയായി കഴിഞ്ഞ് 2 പേരും കൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ ആ പുറത്ത് കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരു എയർപോർട്ട് ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എക്സാക്ട്ലി അതുപോലെ തന്നെ. അപ്പോൾ ഇനി അടുത്ത സ്ഥലങ്ങളിൽ തപ്പി നമുക്ക് പോവാം. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.